ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, യുദ്ധം ട്രംപിന് ബുദ്ധിമുട്ടായി വരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സംഭവം ട്രംപിനെ എല്ലാ കാലത്തും അനുസരിച്ച് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന GCC രാജ്യങ്ങൾ ഇപ്പൊ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് കൊടുക്കണമെന്നാണ് ഇവർ പ്രധാനമായും തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എനിക്ക് തോന്നുന്നു UAE ആണെന്ന് തോന്നുന്നു. UAE അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ കൂടെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിലുള്ള തങ്ങളുടെ $2 ട്രില്യൺ നിക്ഷേപം പിൻവലിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ട്രംപ് നിലയില്ലാ കയത്തിൽ കിടന്നുഴലുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ബഡ്ജറ്റുകളിൽ യുദ്ധത്തിന്റെ വലിയ ആഘാതം നിഴലിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ $2 ട്രില്യൺ ഇവർ പിൻവലിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അതിൽ വലിയ രീതിയിൽ സാമ്പത്തികമായി നട്ടം തിരിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗൾഫ് രാജ്യങ്ങളിൽ US നടത്തുന്ന $2 ട്രില്യൺ അതായത് 160 ലക്ഷം കോടി രൂപ നിക്ഷേപം നിലവിൽ അപകടത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ട്രംപ് സർക്കാരിന് മേൽ GCC രാജ്യങ്ങൾ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് പയറ്റുന്നത് എന്നാണ് അമേരിക്ക നിലവിൽ കരുതുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ നിക്ഷേപം പിൻവലിക്കുകയാണെങ്കിൽ അത് അമേരിക്കയെ മാത്രമല്ല മുഴുവൻ ലോകത്തിന്റെയും ഓഹരി വിപണികളെയും സമ്പദ് വ്യവസ്ഥകളെയും ബാധിക്കുമെന്നും വർദ്ധിച്ചു വരുന്ന യുദ്ധ ചെലവുകൾക്കും വരുമാനം കുറയുന്നതിനുമിടയിൽ ഈ രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ കരുതൽ ധനം സംരക്ഷിക്കാൻ ഈ കടുത്ത തീരുമാനമെടുക്കാൻ പോവുകയാണെന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നതിന് പിന്നാലെ നമ്മുടെ വാതക കയറ്റുമതി ഉണ്ടല്ലോ, ഖത്തറിന്റെ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഖത്തർ ഓൾറെഡി ഗ്യാസ് പ്രതിസന്ധി നേരിടുകയാണ്. കാരണം ഖത്തറിലെല്ലാം അടച്ചുപൂട്ടി. ഖത്തർ അടച്ചുപൂട്ടിയ സ്ഥിതിയിൽ ഇന്ത്യയിലേക്ക് 40% ഗ്യാസ് കൊടുത്തയക്കുന്നത് പോലും അവർ നിർത്തി. അപ്പൊ നമുക്ക് റഷ്യയാണ് നമുക്ക് തരുന്നത്. ഈ ഖത്തർ പറയുന്നത് ഈ ഗൾഫ് ഇനി യൂറോപ്പിലേക്കുള്ള വാതകത്തിന്റെ കയറ്റുമതി നിർത്തിവെക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പൊ GCCയുടെ ഈ സമ്മർദ്ദ തന്ത്രങ്ങളിൽ ട്രംപ് വീഴുമോ, അതേ GCC അടികൊണ്ട് നൂരുമോ? ഈ GCC രാജ്യങ്ങള് ഖത്തറിന്റെ പ്രസ്താവന UAE ബിസിനസ്സുകാരാണ് എന്നുള്ള ഒരു പ്രസ്താവന എടുത്തിരിക്കുന്നത്. നമ്മളെ കൂടെ ആവശ്യമില്ല വലിച്ചടിച്ചു. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ഒരു നിരാശ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ അവർ പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നു. ഖത്തറിൽ നമ്മൾ പറഞ്ഞിരുന്നു, $1.1 ബില്യൺ അവരൊരു വലിയ ഡിഫൻസ് സിസ്റ്റം ഒക്കെ സ്ഥാപിച്ചിട്ടും ഇറാൻ വന്ന് അടിച്ച് ആ ഡിഫൻസ് സിസ്റ്റം തന്നെ തകർത്തോണ്ട് പോകുന്ന ഒരു സ്ഥിതിയൊക്കെ വന്നിരുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് അവരുടെ വ്യാപാരത്തിൽ അത് ഒരു വലിയ ദോഷകരമായി ബാധിക്കും എന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങി. ഇത് തന്നെയാണ് നമ്മൾ മുൻപും പറഞ്ഞിരുന്നത്. ഇറാൻ ശക്തമായി ആക്രമിച്ച ഒടുവിൽ GCC രാജ്യങ്ങൾക്ക് തന്നെ അമേരിക്കയോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടേണ്ടി വരുമെന്ന് ഏതാണ്ട് ആ ഘട്ടത്തിലേക്ക് അവർ ആരംഭിക്കുന്നു എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ അമേരിക്കയുടെ തന്നെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി വലം കൈ ആയിട്ടുള്ള ദക്ഷിണ കൊറിയ ഏതാണ്ട് അവരുടെ ചിപ്പ് വ്യാപാരം നമുക്കറിയാം. ഈ സെമി കണ്ടക്ടർ ചിപ്പിൽ ലോകത്തിലെ തന്നെ 1ാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ദക്ഷിണ കൊറിയ. ആ ദക്ഷിണ കൊറിയ അവരുടെ ചിപ്പ് പ്ലാന്റുകളെല്ലാം അടച്ചിടുകയാണ്. കാരണം ഈ ചിപ്പിന്റെ ഫാക്ടറികൾ പ്രവർത്തിക്കാൻ വലിയ രീതിയിൽ വൈദ്യുതി ആവശ്യമുണ്ട്. ഈ വലിയ രീതിയിൽ വൈദ്യുതി വേണമെങ്കിൽ ഡീസലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിനെ മാത്രമാണ് 98% മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമാണ് എണ്ണ, ഈ ക്രൂഡ് ഓയിൽ ഈ ദക്ഷിണ കൊറിയ കൊണ്ടിരുന്നത്. ഇപ്പോൾ അതേതാണ്ട് നിലച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത് അമേരിക്കയുടെ സ്വന്തം അവരും പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട വ്യാപാരം എന്ന് പറയുന്നത് ഈ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണമാണ്. ആ നിർമ്മാണം ഇപ്പോൾ സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇവരും അമേരിക്കയ്ക്ക് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ പിന്നെ സ്വാഭാവികമായി തന്നെ അമേരിക്കയുടെ പങ്കാളിയായ പാകിസ്ഥാൻ, അവിടെ പെട്രോളിന് വില കൂടിയിരിക്കുന്നു. 55 രൂപ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. വില കൂടിയതല്ല, എനിക്കതിനകത്ത് വളരെ കൗതുകമുണർത്തിയ ഒരു കാര്യം, വില കൂട്ടിയെന്ന് പ്രസ്താവിച്ച മന്ത്രി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യുദ്ധം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ ഇനിയും വില വർധനം ഉണ്ടാകുമെന്നാണ്. സാധാരണ വില കൂട്ടുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ല. ഇത് നമുക്ക് ഇതാണ് ഇപ്പൊ വില കൂട്ടുന്നതാരും പ്രസ്താവിക്കാറില്ല. ഇത് മന്ത്രി തന്നെ വന്നിട്ട് പറയുന്നു, ഇപ്പൊ ഞങ്ങൾ ഒരു 55 രൂപ കൂട്ടിയിട്ടുണ്ട്, യുദ്ധം തുടരുകയാണെങ്കിൽ വീണ്ടും ഇത് കൂട്ടും എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം, അതായത് അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കെല്ലാം തന്നെ അത് സാമ്പത്തികമായി വലിയ തിരിച്ചടി നൽകുന്നു. ഇത് തന്നെയാണ് മുൻപും നമ്മൾ പറയുന്ന കാര്യം. അതായത് ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി ഇതിലേക്ക് വലിച്ചിഴച്ച് കെട്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും സാമ്പത്തിക നട്ടലിൽ ഒടിയും എന്നുള്ള കാര്യം. നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് പാചകവാതകത്തിന് വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ ഗ്യാസ് റിഫൈനറികൾ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റുകളെല്ലാം തന്നെ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് അതൊരു അതിശയകരമായ കാര്യം. പിന്നെ നമുക്കൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 65 രൂപയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. പക്ഷേ യൂറോപ്പിൽ, UK-ലും നെതർലാൻഡിലും ഒക്കെ അത് 50% വർദ്ധിച്ചു. നിലവിലുള്ളതിനേക്കാൾ 50% വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ റഷ്യ കൂടി യൂറോപ്പിലേക്ക് ഗ്യാസ് കൊടുക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ ദിവസം റഷ്യ പറയുകയും ചെയ്തിരുന്നു, ഞങ്ങൾ ആ പൈപ്പ് പൂട്ടുകയാണെന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഇവിടെ ഇന്ത്യ 50% ഗ്യാസ് ഇറക്കുമതി ചെയ്യാൻ റഷ്യയുമായിട്ടൊരു കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ അനാലിസിസിൽ പറഞ്ഞിരുന്നതാണ്.
ഇവിടെ ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അവർ നീട്ടിക്കൊണ്ടു പോകുന്നില്ല സേനയെ, അമേരിക്കയുടെ കരസേന പരിമിതമായ രീതിയിലെങ്കിലും ഇറാനിൽ ഇറക്കി ഈ കുർദുകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് കുർദിഷുകളെ കൊണ്ടുള്ള ഒരു ആക്രമണത്തിനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇറാൻ അവർ വിട്ടുപോയാലും നീറി നിൽക്കണം, ഈ വെടിവെപ്പും പുകയുമായി ആഭ്യന്തര കലാപവുമായി നീറി നിൽക്കണം. ഇത് തന്നെയാണ് അമേരിക്ക എല്ലായിടത്തും ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ നീറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ട്രംപ് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ യുദ്ധം ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം അവരുടെ ഒരു താവളങ്ങളായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ പതുക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവും. കാരണം ഇവരുടെ കഞ്ഞുകൂടിയാണ് മുട്ടുന്നത്. അതായത് അമേരിക്കയ്ക്ക് വന്ന് അടിച്ചോണ്ട് പോകും. ഇറാനെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. അവരൊരു വലിയ വികസിത രാജ്യമോ ഇല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമൊന്നുമല്ല. അവർക്ക് ഇതേ നിലയിൽ തന്നെ ഇനിയിപ്പോ യുദ്ധം കഴിഞ്ഞാലും ഈ നിലയിൽ തന്നെ മുമ്പോട്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടായില്ല. കാരണം അവര് അങ്ങനെ ജീവിച്ചു വന്നൊരു ജനത ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇവിടെ പക്ഷെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊന്നും അങ്ങനെയല്ല. എല്ലാം തന്നെ അതിസമ്പന്നമായ രാജ്യങ്ങളാണ്. അവരുടെ ഒരു നട്ടലൊടിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ദുബായ് എയർപോർട്ട് കണക്കുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് കണക്കുള്ള ഇടങ്ങളിലൊക്കെ ദിവസങ്ങളോളമൊക്കെ അവിടെ അടച്ചിടേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകളോ ബിസിനസ്സുകാരോ ഒന്നും പിന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു സേഫ് അല്ലാത്ത രാജ്യമായി UAE മാറും, മറ്റു രാജ്യങ്ങളും മാറും. ഇതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് ഞങ്ങളെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്നുണ്ട് എന്ന്. അവിടുത്തെ ബിസിനസ്സുകാരൻ ഇപ്പോൾ അവിടെ ആകെ UAE-ലും ഖത്തറിലും അടക്കം അവിടുത്തെ ബിസിനസ് ലോബിയാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രഷറാണ്. ഇനി ഇതിനേക്കാൾ വലിയൊരു പ്രഷർ അമേരിക്ക നേരിടാൻ പോകുന്നുണ്ട്. അതായത് ഈ റഷ്യ ഗ്യാസ് നിർത്തുകയാണെങ്കിലോ അല്ലെങ്കിലോ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ എണ്ണ പ്രതിസന്ധി നേരിടാൻ പോകുന്നു. എണ്ണ അവർക്ക് ഷോർട്ടേജ് വന്നു തുടങ്ങുമ്പോൾ സ്വാഭാവികമായി തന്നെ വലിയ രീതിയിൽ വിലക്കയറ്റം തുടങ്ങും. ആ രാജ്യങ്ങളും ട്രംപിനെ തന്നെ കുറ്റപ്പെടുത്തത്തുള്ളൂ, ആ രാജ്യങ്ങളും ട്രംപിനെ ഫോഴ്സ് ചെയ്യത്തുള്ളൂ. കാരണം അവർക്കാർക്കും ഇറാനോ അല്ലല്ലോ ഇതിന്റെ കാരണക്കാരൻ. കാരണം ഇത് ഉണ്ടാക്കി വെച്ച ആളിത് എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് എണ്ണ ശുദ്ധീകരിച്ച് നൽകുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും അവർക്കതൊരു ഫ്ലോയിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട്. കാരണം റഷ്യയുടെ എണ്ണ ഓൾറെഡി വാങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് ഇതുവരെ വാങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഹംഗറി അടക്കമുള്ള രാജ്യങ്ങൾ വാങ്ങുന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ലോകം ഒരു കനത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഈ പ്രതിസന്ധി ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. കാരണം ഇത് ചൈനയും വലിയ രീതിയിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ലോകം ഒരു പ്രതിസന്ധിയിൽ പോകും. ഇത് നമ്മൾ മുൻപ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ പറഞ്ഞു യൂറോപ്യൻസിനെ കൂടെ വലിച്ച് റഷ്യ ഇടുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ഇറാൻ അമേരിക്ക ക്ലാഷ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇറാൻ ഇവരെ എല്ലാവരെയും കൊണ്ട് ഒരു വഴിയിലോട്ട് കുഴിച്ചിടും. കാരണം അവർ മുമ്പേ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്, ഞങ്ങൾ മുങ്ങിയാൽ നിങ്ങളെ മുക്കുമെന്ന്, നിങ്ങളെ മുക്കിയിട്ടേ ഞങ്ങൾ മുങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർ ഏറെക്കുറെ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അമേരിക്കയും ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല. ഈ അമേരിക്കയുടെയൊക്കെ പല പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ടാണ് ഇറാൻ നടത്തുന്ന ഗംഭീര അടിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ദുർബലമല്ല രാജ്യം എന്നുള്ളതാണ്. അത് മുമ്പോട്ട് പോവുകയാണെങ്കിലും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കൂടുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഇപ്പോൾ പെടാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു സൂചനയാണ് ഈ തന്നിരിക്കുന്നത്. കാരണം വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമല്ല ഞാനിവിടെ പറയുന്നത്, ആയുധം വെച്ചുള്ള പോരാട്ടത്തിനെ കുറിച്ചല്ല പറയുന്നത്. അടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പാളയത്തിന് അകത്ത് സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ പറയുക വേണ്ടത് ഞങ്ങളൊക്കെ ആകെ പരിതാപകരമാണ്, ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അടി നിർത്തണം എന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ ഒരു മിഡിൽ ഈസ്റ്റിലെ താവളങ്ങളെല്ലാം അവിടെ തന്നെയാണ്. അപ്പൊ ആ രാജ്യങ്ങൾ പറയുകയാണ് നിങ്ങൾ നിർത്തണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടത്തിലാകുമെന്ന് പറയുന്നു. ഇനി അടുത്ത് പറയാൻ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ വിലക്കയറ്റവും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി, ഈ എണ്ണയുടെ ഇഷ്യൂസും ഗ്യാസിന്റെ ഇഷ്യൂസും മൂലം. അപ്പൊ അവര് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്വന്തം പാളയത്തിനകത്ത് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ അറ്റ കൈ എന്ന നിലയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആണവ മിസൈലൊക്കെ എടുത്തിട്ട് ഇട്ട് ട്രംപ് ആയതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഇട്ട് എന്തെങ്കിലുമൊക്കെ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരാം. കാരണം ഇത് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം ഈ പ്രഷർ കൂടിക്കൂടിയല്ലേ വരികയുള്ളൂ സ്വാഭാവികമായി തന്നെ. ഇപ്പൊ തന്നെ പല രാജ്യങ്ങളും ചർച്ചകൾ, ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു. ഇന്ത്യയും മിഡിൽ ഈസ്റ്റും തമ്മിൽ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടന്നിരുന്നു. ചൈന അവരുടെ ദൂതനെ ഇപ്പൊ മിഡിൽ ഈസ്റ്റിലേക്ക് വിട്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമം നടത്തുമ്പോഴും സ്വന്തം പാളയത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഒന്നിച്ചൊരു ഭാഗത്തേക്ക് ഒരു അടിക്ക് പോകുമ്പോൾ ആ ഗ്രൂപ്പിനകത്ത് തന്നെ പല മാനസികാവസ്ഥക്കാരുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ അടിക്കാൻ വില്ലിങ് ആണ്, നമ്മളെല്ലാം കൂടെ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ പറയുന്നത് വേണ്ട, ഞങ്ങളുടെ വീട്ടില് പ്രശ്നമാണ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൽ ആ പോകുന്ന അടിക്ക് നിർത്തേണ്ടതായി വരും. കാരണം മുമ്പോട്ട് നീങ്ങില്ല ആ ഒരു സംഭവം. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇത് കൂടിക്കൂടി വരാനേ സാധ്യതയുള്ളൂ. ഒടുവിൽ അമേരിക്കയ്ക്ക് ഒരു വലിയ ആക്രമണം നടത്തി ഇതിന്ന് അമേരിക്ക എന്തെങ്കിലും നേടുമോ എന്നറിയില്ല. ഏതായാലും ഖമേനിയെ കൊലപ്പെടുത്തുക എന്നുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യം നേടി
പിന്നെ അവിടെ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ പറയാം അവിടെ കുറെ കേന്ദ്രങ്ങളും ഒക്കെ തകർത്തു എന്ന് പറയാം. അല്ലാതെ അവിടെ എന്താണ് നേടാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നതേ ഇല്ല. കാരണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതൊന്നെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഈ കുർദുകളെ കൂടെ കയറ്റി ഛിന്ന ഭിന്നമാക്കുക, അതിനെ തല്ലിപ്പൊളിച്ചിടുക എന്നത് മാത്രമാണ് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യം. അതും ടൈമുകളെടുക്കും, 1-2 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അടിയന്തരമായിട്ട് ഇതൊരു വെടിനിർത്തലിലേക്കോ ചർച്ചകളിലേക്കോ നീങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചു തുടങ്ങും. ഇപ്പോൾ തുടക്കത്തിൽ ഇത്രയും രാജ്യങ്ങളെ ബാധിച്ചുള്ളൂ എങ്കിൽ തന്നെ ഇത് ഭാവിയിൽ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്ന് ഇന്ത്യ നമ്മുടെ ഒരു 9,000-ഓളം കുട്ടികളെ അവിടെ പഠിക്കുന്ന മെഡിസിൻ അടക്കം പഠിക്കുന്ന കുട്ടികളെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പതുക്കെ ഇറാനിൽ നിന്നാണ് നീക്കുന്നത്. ഇറാനിൽ വേറെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്ന നമ്മുടെ പ്രശ്നം, നമുക്കിപ്പം എണ്ണയിൽ നമ്മൾ കുറച്ചൊക്കെ പിടിച്ച് നിൽക്കുമായിരിക്കാം. പക്ഷെ ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണെങ്കിൽ ഈ പ്രവാസ ലോകം എന്ത് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു കോടിയിൽ അടുത്ത് വരുന്ന ജനമുണ്ട്. ആ ജനത്തിന്റെ അവരെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും, അങ്ങനെയൊക്കെയുള്ള വരും. അത് ഭാവിയിലേക്കുള്ള ഒരു കാര്യമാണ്. നിലവിൽ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അതിനു മുമ്പ് ഇത് തീരേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം ഇപ്പൊ അമേരിക്ക, നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു, ഈ യുദ്ധം തീർക്കാൻ പറ്റുന്ന ഒരേ ഒരു ടീം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അതിപ്പോ ഇറാന്റെ ഭാഗം ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഇതെല്ലാം അവരിപ്പോ 3 ദിവസം 4 ദിവസം മുമ്പ് അവർ പറഞ്ഞിരുന്ന. ഒമാനുമായിട്ട് ഇറാൻ ചർച്ച നടത്തി. ഇറാൻ പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇതെല്ലാം ഞങ്ങൾക്ക് ആകെ ഉപരോധം പിൻവലിച്ചു തന്നാൽ മാത്രം മതി, നിങ്ങൾ കയറി ഞങ്ങളുടെ അവർ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് അവരിപ്പോഴും ആവർത്തിക്കുന്നത്. നിങ്ങളുടെ ആണവ പ്ലാന്റുകൾ നിങ്ങൾ പരിശോധിച്ചോളൂ, നിങ്ങൾ ഞങ്ങൾക്ക് ആണവ പ്ലാന്റുകൾ നിർമ്മിച്ച് തന്നോളൂ, ഞങ്ങളുടെ എണ്ണ നിങ്ങൾ കച്ചവടം ചെയ്തോളൂ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആയുധം വാങ്ങി, ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോഴും അത് അവർ ആവർത്തിച്ചു. രണ്ടാം ഊഴമായിട്ട് ഇപ്പോൾ GCC രാജ്യങ്ങൾ ഒഫീഷ്യലി അവർ ആവശ്യപ്പെട്ടിട്ടില്ല, സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവരും കൂടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ആരാ ആവശ്യപ്പെടാനുള്ളത്? യുദ്ധത്തിന് പങ്കെടുക്കുന്നവർ തന്നെ വിചാരിച്ചാൽ ഇതിന് തീരാൻ സാധ്യതയുള്ളൂ. അപ്പം അവർ അതിന്റെ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് മുൻപോട്ടുള്ളതെന്ന് അറിയാൻ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ അമേരിക്ക അവരുടെ ആക്രമണം കുറച്ചുകൂടെ കടുപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം മാക്സിമം വളരെ സ്പീഡിൽ ഇതിന്റെ ഒരു പരിസമാപ്തിയിൽ എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമമായിരിക്കും ട്രംപ് നടത്താൻ സാധ്യതയുള്ളത്. കാരണം എണ്ണ പ്രതിസന്ധി യൂറോപ്പിനെ വല്ലാതെ വലച്ചു തുടങ്ങി. ഇപ്പൊ തന്നെ അത് കൂടുതൽ വലച്ചു കഴിഞ്ഞാൽ പിന്നെയും പ്രഷർ കൂടത്തേ ഉള്ളൂ. പിന്നെ മിഡിൽ ഈസ്റ്റ് പറയുന്നത് തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഈ ധനുഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $2 ട്രില്യൺ ബിസിനസ്സാണ് അവിടെ ഉള്ളത്. അതിനൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസകരമായിരിക്കും. ഈ പെട്രോ ഡോളർ എന്ന് പറയുന്നത് പെട്രോളിൽ നിന്നും വളർത്തിയെടുത്ത ഒരു ഡോളറാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഒറ്റയടിക്ക് നിലച്ചു പോയാലോ കുറഞ്ഞു പോയാലോ അതുണ്ടാക്കുന്ന ചലനം മറ്റൊന്നായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാരണം നീണ്ടുപോകും തോറും പഴയതുപോലെയല്ല. പഴയ കാലഘട്ടത്തിൽ യുദ്ധം നീണ്ടുപോയാലും എന്താണ് പറയുക, ആത്യന്തികമായ ഒരു വിജയം അമേരിക്കയ്ക്ക് കാണുന്നത് ഇത് ആത്യന്തികമായ വിജയമല്ല. ഇപ്പോൾ സൈനികപരമായ വിജയത്തിനപ്പുറം സാമ്പത്തികപരമായ വിജയങ്ങൾ കൂടിയാണ് യുദ്ധത്തെ അളക്കുന്നത്. യുദ്ധം ആരെയും ജയിപ്പിക്കുന്നില്ല, മാനവരാശിക്ക് പരാജയം തന്നെയുള്ളൂ. അത് ആര് നടത്തിയാലും. പക്ഷെ ആയുധബലമല്ല, അതിനപ്പുറത്തുണ്ടാക്കാവുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യാത്ത രാജ്യങ്ങളിലെ സാധാരണ ജനത്തിനെ പോലും ബാധിക്കും. ഇപ്പോൾ ഗ്യാസിന് വില കൂടിയപ്പോൾ ഞാനും ധനുഷും ഈ പ്രേക്ഷകരും അടക്കം എല്ലാവരും യുദ്ധത്തിന്റെ കരുതി കുറച്ചെങ്കിലും ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും അല്ലെ? നമ്മൾ മുൻപും പറയുന്ന ഒരു കാര്യമാണ്, യുദ്ധം എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഒരു യുദ്ധത്തിന്റെ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിന് നൽകേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. ഇറാനിലെ ആളുകൾ മരിച്ചു വീഴുമ്പോൾ നമ്മുടെ കണക്കുള്ള രാജ്യങ്ങൾ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരില്ല. കാരണം ക്രൂഡ് ഓയിലിൽ നിന്നും ഡീസൽ പെട്രോളിന് വില കൂടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ വിഷയങ്ങൾ വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്.